CPI 25-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ഭരണിക്കാവ് മണ്ഡലം സമ്മേളനം മെയ് 1, 2, 3 തീയതികളിൽ ചെട്ടികുളങ്ങര കൊയ്പ്പള്ളി കാരാഴ്മയിൽ നടക്കും. പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും. CPIയുടെ 25-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ഭരണിക്കാവ് മണ്ഡലം സമ്മേളനം മെയ് 1, 2, 3 തീയതികളിൽ ചെട്ടികുളങ്ങര കൊയ്പ്പള്ളി കാരാഴ്മയിൽ നടക്കും. കാനൻ രാജേന്ദ്രൻ നഗറിലാണ് സമ്മേളനം നടക്കുക. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം വരുന്ന ജൂൺ മാസം 27 മുതൽ 29 വരെ ഭരണിക്കാവിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ജില്ലയിൽ മണ്ഡല സമ്മേളനം ഏറ്റവും ആദ്യം നടക്കുന്ന മണ്ഡലം ഭരണിക്കാവാണ്. ഞങ്ങൾ ഈ മെയ് മാസം 1, 2, 3 തീയതികളിൽ മണ്ഡല സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. 1-ാം തീയതി വൈകുന്നേരം 3 മണിയോടുകൂടി ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ പരിപാടികൾ ആരംഭിക്കും. 3 മണിക്ക് പാർട്ടി ജന്മം കൊണ്ടിട്ട് ഇപ്പോൾ 100 വർഷമായി, ശതാബ്ദി വർഷമാണിത്. ഈ 100 വർഷ കാലയളവിനുള്ളിൽ പാർട്ടിക്ക് വേണ്ടി ഒരു ജീവത്യാഗം ചെയ്തവരുണ്ട് മണ്ഡലത്തിൽ. അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി വളരെ ത്യാഗനിർഭരമായി പ്രവർത്തിച്ച പാർട്ടി സഖാക്കളുടെ മൺമറഞ്ഞു പോയ പാർട്ടി സഖാക്കളുടെ കുടുംബങ്ങൾ ഉൾപ്പെടെയുണ്ട്. അവരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു സംഗമം, അവരുടെ കുടുംബ സംഗമം, നാട്ടിലെ പ്രതിഭകളെയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെയും ആദരിക്കുക തുടങ്ങിയ പരിപാടികളോടെ 3 മണിക്ക് ശതാബ്ദി സ്മൃതി സംഗമം എന്ന പരിപാടി ആരംഭിക്കും. ആ പരിപാടിയിൽ പാർട്ടി ചരിത്രത്തെ മുൻനിർത്തി പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് കെ പ്രകാശ് ബാബു അദ്ദേഹമാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. പാർട്ടിയുടെ മറ്റ് നേതാക്കൾ അതിൽ സംബന്ധിക്കും. പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് TJ ആഞ്ചലോസ് പ്രതിഭാധനരായ ആളുകളെയും മുതിർന്ന നേതാക്കളെയും ആദരിക്കും. പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത് 2-ാം തീയതി രാവിലെയാണ്. പെരിങ്ങാല കൊയ്പ്പള്ളി കാരായ്മ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. 2-ാം തീയതി രാവിലെ 10:30 പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് പി സന്തോഷ് കുമാർ MP ആയിരിക്കും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ആലപ്പുഴയുടെ ചുമതലയുള്ള പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് P പ്രസാദ് ഉൾപ്പെടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള നേതാക്കൾ അതിൽ സംബന്ധിക്കും. പാർട്ടി ജില്ലാ അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാർ PV സത്യനേശനും S സോളമനും പങ്കെടുക്കും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ KPSCയുടെ ചുമതലക്കാരനുമായ സഖാവ് ഷാജഹാൻ, അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് KS രവി, KG സന്തോഷ്, R ഗിരിജ എന്നീ നേതാക്കൾ ഈ 2 ദിവസവും പൂർണ്ണസമയം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. രാവിലെ ഉദ്ഘാടന സമ്മേളനം, അതിനുശേഷം രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ്. അത് പൂർത്തീകരിച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. സംഘടനാ റിപ്പോർട്ട് മണ്ഡല സെക്രട്ടറി ആണ് അവതരിപ്പിക്കുന്നത്. സംഘടനാ റിപ്പോർട്ടും കണക്കും. അതിനെ തുടർന്ന് 3-ാം ദിവസം 3-ാം തീയതി രാവിലെ 9:30 മുതൽ പ്രതിനിധികളുടെ പൊതുചർച്ച ആരംഭിക്കും. പൊതുചർച്ചയ്ക്ക് ശേഷം തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. ജില്ലാ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ഭാവി പ്രവർത്തന പരിപാടികൾ രൂപകൽപ്പന ചെയ്യും. സംഘടനാപരമായ മറ്റു കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വൈകുന്നേരത്തോടുകൂടി സമ്മേളനം സമാപിക്കുന്ന ഒരു കാര്യപരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സമ്മേളനത്തിൽ സൗഹാർദ്ദ പ്രതിനിധികൾ ഉൾപ്പെടെ ഏതാണ്ട് 170ഓളം പ്രതിനിധികളായിരിക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന പാർട്ടിയാണ്. ഇടതുപക്ഷ പാർട്ടികളിൽ ശക്തമായ അഭിപ്രായം പറയാൻ കഴിയുന്ന പാർട്ടി എന്ന രൂപത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന രാജ്യത്തും സംസ്ഥാനത്തും ഉണ്ടായിരിക്കുന്ന എല്ലാ സംഭവഗതികളും പാർട്ടി ഗൗരവത്തോടെ വീക്ഷിക്കുകയാണ്. ഈ വിഷയങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ താഴെ തട്ട് മുതൽ ചർച്ച ചെയ്യുന്നത്. താഴെ ബ്രാഞ്ച് തലം മുതൽ കേരളത്തിലെയും ദേശീയ തലത്തിലെയും അന്തർദേശീയ തലത്തിലെയും രാഷ്ട്രീയ കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കുന്ന ഈ സമ്മേളനം അതിൻ്റെ ഒരു സംഘടനാ മികവ് തീർച്ചയായിട്ടും ഉണ്ടാകും. 30 ലക്ഷം രൂപയോളം ചിലവാക്കി ഒരു വലിയ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നമുക്ക് പണി തീർക്കാം. അതും വളരെ പരിമിതമായ കാലഘട്ടത്തിനുള്ളിൽ അതൊരു വലിയ വെല്ലുവിളിയായി സ്വീകരിച്ചിട്ട് നമുക്കത് പണി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വലിയ നേട്ടമായിട്ട് കരുതുകയാണ്. മെയ് 1 വൈകിട്ട് 3 മണിക്ക് ഭഗവതിപ്പടി ജംഗ്ഷനിൽ നടക്കുന്ന ശതാബ്ദി സ്മൃതി സംഗമം CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. പ്രതിഭകളെയും പൂർവ്വകാല നേതാക്കളെയും ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ആദരിക്കും. തുടർന്ന് നാടൻ പാട്ടരങ്ങ് ഉൾപ്പെടെ കലാപരിപാടികൾ നടക്കും. മെയ് 2 രാവിലെ 10:30 ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും.
കൃഷിമന്ത്രി പി പ്രസാദ്, CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ദേശീയ കൗൺസിൽ അംഗം TT ജിസ്മോൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ PV സത്യനേശൻ, S സോളമൻ, സംസ്ഥാന കൗൺസിൽ അംഗം A ഷാജഹാൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KS രവി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KS രവി, KG സന്തോഷ്, R ഗിരിജ തുടങ്ങിയവർ സംസാരിക്കും. ഉച്ചയ്ക്ക് 2-ന് മണ്ഡലം സെക്രട്ടറി N ശ്രീകുമാർ പ്രവർത്തന റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കും. 3-ാം തീയതി രാവിലെ 9:30 മുതൽ സമ്മേളനം തുടരും. പൊതുചർച്ച, മറുപടി, പ്രമേയങ്ങൾ, തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് ശേഷം സമ്മേളനം സമാപിക്കും. സ്വാഗത സംഘം കൺവീനർ K പ്രദീപ് നന്ദി പറയും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ്, മണ്ഡലം സെക്രട്ടറി N ശ്രീകുമാർ, സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് MK ഉണ്ണികൃഷ്ണൻ, കൺവീനർ K പ്രദീപ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി S ആദർശ്, P അജിത്, രാജേഷ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.